നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാവായ യേശുവിൻ്റെ നാമത്തിൽ എവിടെയെല്ലാം സഭ സമ്മേളിക്കുന്നുവോ അവിടെയെല്ലാം സ്വർഗത്തിൻ്റെ മഹത്വം വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ഞാനും നിങ്ങൾ പങ്കുചേരുമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയെ പ്രതിഫലം തന്ന് കർത്താവ് അനുഗ്രഹിക്കും. ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ നിഷ്കളങ്കമായി വചനം കേട്ട്, ഒരു മനുഷ്യൻ നിഷ്കളങ്കമായി വചനത്തെ വിശ്വസിച്ച് ദൈവം എങ്ങനെ ഇടപെട്ടു ശ്രദ്ധിക്കുക. എൻ്റെ പേര് വർഗീസ്. വർഗീസ്, ഞാൻ നിലമ്പൂരിൽ നിന്ന് വരിക. നിലമ്പൂരിന്ന് വർഗീസ്. എൻ്റെ കാലിൻ്റെ ഇടതുകാലിൻ്റെ മുട്ടിന് 10-20 വർഷമായിട്ട് മുട്ട് മടക്കാൻ വയ്യാത്ത വേദന ഉണ്ടായിരുന്നു. 10-20 വർഷമായിട്ട് കുറേ ഗുളികയും കുഴമ്പൊക്കെ കഴിച്ചു, അതുകൊണ്ടൊന്നും സുഖമായില്ല. 2009 ഏപ്രിൽ മാസം 4-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ 2009 ഏപ്രിൽ മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച ഈ വർഗീസ് ചേട്ടൻ ഈ വർഷങ്ങളായുള്ള ഈ പ്രശ്നമായിട്ട് ഇത് അട്ടപ്പാടിയിലെ ധ്യാന കേന്ദ്രത്തിലേക്ക്, സഖിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന്. അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു, പിന്നെ രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രോഗമുള്ള മേഖലകളിൽ നിങ്ങളുടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവീൻ എന്ന് അച്ഛൻ അനൗൺസ് ചെയ്ത്. അപ്പോൾ ഞാൻ ഇടത്തെ കൈ കൊണ്ട് മുട്ട് അമർത്തി പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറി. കാലിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേക്കും അത് വിട്ടുപോയി. ഇപ്പോൾ മുട്ടുകുത്തി നിൽക്കാനും മടക്കിയിരിക്കാനും നിവൃത്തി നടക്കാനും സാധിക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് എത്ര വർഷമായിട്ടുണ്ടായിരുന്ന രോഗമാണ്? 20 വർഷത്തോളം ഗുളികയും അങ്ങനെ 10-20 വർഷത്തോളമായി ഗുളിക അല്ലേ? ഗുളിക കുഴമ്പ് മരുന്ന്. അവസാനം ഒരു ദിവസം പിന്നെ ബ്രദർ ഡൊമിനിക് പറഞ്ഞു താവളത്തിൽ പോകാൻ ഇരിക്കുമ്പോഴാണ് ഡൊമിനിക് എന്ന് പറയുന്ന ദൈവ പൈതലിനെ കണ്ടു. ആദ്യം എന്നെ കൊണ്ടുവരുന്നത് ബ്രദർ. അപ്പൊ അങ്ങനെ ഇത് ഈ മരുന്ന്, പിന്നെ കുഴമ്പ്, പിന്നെ തൈലം, ഓയില് എല്ലാം പൂശി അങ്ങനെ ഇരിക്കുന്നത്. ഈ 10-20 വർഷം എത്ര കുഴമ്പ് പൂശി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡൊമിനിക് പറഞ്ഞ് കുഴമ്പും തൈലം കൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ കാര്യങ്ങൾക്ക് നീക്കുപോക്കൊണ്ടാണെങ്കിൽ ജീവിക്കുന്ന ദൈവത്തെ വിളിക്കണം. വർഗീസിയുടെ പറഞ്ഞ് വിളിക്കാം. അങ്ങനെ പുറപ്പെട്ട് അട്ടപ്പാടി വന്ന് എല്ലാവരും, അന്ന് കുറേ 10,000-കണക്കിന് ആളുണ്ടായിരുന്നില്ലേ, നിറയെ ആളുകളുടെ കൂടെ യേശുവേ എന്ന് വിളിച്ച്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, രോഗമുള്ള മേഖലകളിലേക്ക് നിങ്ങളുടെ കൈകളും തൊട്ട് പ്രാർത്ഥിക്കുക. അനുസരിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ തന്നെ സൗഖ്യം. വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഇപ്പം 2010 എന്നാ പോയത്? 2009 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12 കഴിയാൻ പോവുകയാണ്. ഇപ്പം പിന്നെ അത് വന്നിട്ടില്ലല്ലോ. ഇല്ല. അത് വിട്ട വഴി ഞങ്ങൾ പോയ വഴിക്ക് ഒരു അഡ്രസ് ഇല്ല. പറഞ്ഞു അതും പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറായിരുന്നു. 2-3 പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നു. അന്ന് ക്യാൻസർ ശരിക്കും അറിഞ്ഞിട്ടില്ല. പിന്നെ പരിശോധിച്ചപ്പോൾ 3-4 സ്റ്റേജ് കഴിഞ്ഞു. അങ്ങനെ 4th സ്റ്റേജും കഴിഞ്ഞു. പിന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അവിടെ ഞാൻ ഇവിടെ വരും, എല്ലാ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. വർഗീസ് ചേട്ടൻ പിന്നെ ശരിക്കും പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. പിന്നെ ഒരു ദിവസം അച്ഛനോട് വിളിച്ചു പറയുമ്പോൾ ഞാൻ പുറത്തിരുന്നിട്ട് ഇപ്പോൾ അച്ഛൻ മുന്നേ എല്ലാ വീടുകളിലേക്കും പരിശുദ്ധാത്മാവ് വരുന്നുണ്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് മൊബൈൽ ഓൺ ചെയ്ത് പുറത്ത് കവുങ്ങിപ്പോയിരുന്നിട്ട് വീട്ടിലോട്ട് വിളിച്ചു. അപ്പോൾ ആ സീറ്റ് കിട്ടിയത് അങ്ങ് പുറത്ത് കവുങ്ങിൻ്റെ അവിടെയാ അല്ലേ? കവുങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞ് വീട്ടിലോട്ട് 2 മണി വിളിച്ച് പറഞ്ഞു എഴുന്നേറ്റ് ഇങ്ങോട്ട് പിന്നെ തലയിൽ മുണ്ടിട്ടിട്ട് അട്ടപ്പാട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്താണെന്നറിയോ, ചേട്ടത്തിയോട് പറഞ്ഞു, ചേട്ടത്തി തമാശ കളിച്ച് പ്രാർത്ഥിക്കരുത്, ആ മുണ്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തലയിലേക്ക് ഇടാൻ പറഞ്ഞു അല്ലേ? ആ തലയിലേക്ക് അങ്ങനെ അതൊരു പ്രത്യേക രീതിയാണ്. അതായത് ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുന്നതിൻ്റെ ഒരടയാളമാണ്. അങ്ങനെ ആ മുണ്ട് തോർത്തോ എന്തോ സാധനം എടുത്ത് തലയിലേക്ക് ഇട്ട് യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ചേട്ടന് ഇതിൻ്റെ വചന ഹോളിൻ്റെ ഉള്ളിലൊന്നും സ്ഥലം കിട്ടിയില്ല. റോഡിൻ്റെ സൈഡിൽ കമുകിൻ്റെ ചോട്ടിൽ എവിടെയാണ് സീറ്റ് കിട്ടിയത്, അവിടെ ഇരുന്ന് മൊബൈൽ ഫോൺ ഓണാക്കിയിട്ട് ഇത് ചേട്ടത്തിനെ കേൾപ്പിച്ചു കൊടുത്തു. അതേപോലെ ചെയ്തു. അപ്പോൾ ചേട്ടത്തി വീട്ടിൽ ഇരുന്ന് അതേമാതിരി പ്രാർത്ഥിച്ച്
കാരണം ക്യാൻസർ 4th സ്റ്റേജിലാണ്. എന്നിട്ട് അവസാനം ഇപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജ് ചികിത്സ അന്നും ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ 4 മാസമായിട്ട് ഒരു മരുന്നും വേണ്ട, അവർ മരുന്നൊന്നും വേണ്ട, 3 മാസം കഴിയുമ്പോൾ മെഡിക്കൽ കോളേജ് ചെക്കപ്പിന് പോയാൽ മതി. ഇനി മരുന്നും വേണ്ട, വീട്ടിൽ സുഖമായിട്ട് ജീവിക്കും. ഒരു കുഴപ്പമില്ല. ഫ്രീസൽ മരുന്ന് നിർത്തി, ട്രീറ്റ്മെൻറ്റ് നിർത്തി, എല്ലാം നിർത്തി. എന്നിട്ട് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ചെക്കപ്പിന് വന്നാൽ മതി എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് അവരെ അങ്ങോട്ട് വിട്ടു. അതേമാതിരി സൗഖ്യം അങ്ങോട്ട് കൊടുത്തു. 4th സ്റ്റേജും കഴിഞ്ഞ് ബാക്കി അടുത്ത നടപടിക്രമങ്ങളൊക്കെ എടുക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ദൈവം അങ്ങോട്ട് ഇടപെട്ട് ഈ വർഗീസിയൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന. അതാണ് വചനം. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്. തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടമാക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം കേട്ട് യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷയോടെ പങ്കുചേർന്ന് ഹൃദയ നിഷ്കളങ്കതയോടെ കുടുംബം പ്രാർത്ഥിച്ച് ആ കുടുംബത്തിൽ സ്വർഗത്തിലെ ദൈവം നേരിട്ട് ഇടപെട്ടൊരു അനുഭവം കൊടുത്ത് അങ്ങ് അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആരെങ്കിലും ചുറ്റുപാടത്ത് തിക്കും തിരക്കും വെച്ച് ഓടി നടക്കുന്നുണ്ടെങ്കിൽ അവരും കൂടെ ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ചേരുക. ടെലിവിഷൻ മുമ്പിലേക്ക് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേരുക. കുട്ടികളെ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് ഒരുപാട് അന്ധകാരങ്ങൾ വിട്ടുമാറി പോകും. നിങ്ങളെ കർത്താവ് പ്രത്യേകം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി കൂടിയല്ലേ ഈ തിരുലിഖിത ശുശ്രൂഷ കർത്താവ് ഇന്ന് കുടുംബത്തിൽ എത്തിച്ചിരിക്കുന്നത്. യുവതിവാക്കന്മാർക്കും ഈ വചന ശുശ്രൂഷ കർത്താവ് കൃപ ചൊരിയും. എല്ലാവരും ഒരുമിച്ച് കൂടുക. ഒരു കുടുംബമായി ഹൃദയത്തിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചില പിണക്കങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ചില രോഗങ്ങളെ ഓർത്തും ചില ചികിത്സാവിധികളെ ഓർത്തും കഠിനമായ ചില കുടുംബ പ്രശ്നങ്ങൾ ഓർത്തും മനസ്സിൽ ഭിന്നിച്ചും വിഷമിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുത്തും കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകാം. പ്രിയ ദൈവ പൈതലേ, എന്തു തന്നെയാണെങ്കിലും ഹൃദയത്തിൻ്റെ ഭാരം മുഴുവനും യേശുവിൻ്റെ കരങ്ങളിലേക്ക്, യേശുവിൻ്റെ പാദാന്തത്തിൽ അർപ്പിച്ച് ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആയിരിക്കുന്ന അവസ്ഥ കർത്താവിന് മുമ്പിൽ തുറന്നു വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, പാപവും പാപമാർഗങ്ങളും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. വെറുപ്പും വിദ്വേഷവും ഞങ്ങളിതാ ഏറ്റുപറയുന്നു. ഞങ്ങളിതാ ഏറ്റുപറയുന്നു. യേശുവേ, 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 അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏക കർത്താവും ഏക രക്ഷിതാവുമായി ഏറ്റുപറയുന്നു. അങ്ങല്ലാതെ ഞങ്ങളുടെ പാപങ്ങൾക്ക് മറ്റൊരു പാപപരിഹാര ബലിയില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുവേ, പിശാചിനെയും അവന്റെ എല്ലാ വഴികളെയും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ അവിടുന്ന് രാജാവായി വരണമേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കുന്നു. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. പ്രിയ മക്കളെ, വിശ്വാസത്തോടെ കൂട്ടായ്മയോട് ചേരുക. വിശ്വാസത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. രോഗങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നു. കണ്ണുനീര് സമർപ്പിച്ച് ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, അഗ്നി അഭിഷേകമേ, ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. കരങ്ങളടിച്ച് മലയാളങ്ങൾ വീണ്ടും നൽകണമേ. കൈയടിച്ച് ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, മലയാളങ്ങൾ വീണ്ടും നൽകണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് അത്ഭുതമൊഴുകും കൈകൾ, അത്ഭുതമൊഴുകും കൈകൾ വലിയ ആഹ്ലാദത്തോടെ
വീശണമേ വീണ്ടും ശക്തിയോടെ ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ കുടുംബങ്ങളായി കർത്താവിനെ ആരാധിക്കുന്നു. പുതിയൊരു ജീവൻ Holy Spirit. മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. പരിശുദ്ധാത്മാവേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്താ. കൈയടിച്ച്. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്താ. Holy Spirit, Holy Spirit. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ അരുവിയേ. എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും സ്തുതിക്കുന്നു. ദൈവമേ, ആത്മാവിനെ നിവേശിപ്പിക്കണമേ. ഈ ബാലികാ ബാലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കന്മാരെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. രോഗാവസ്ഥയിൽ കിടക്കുന്ന രോഗികളെ തൊടണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ചെറിയവരാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ ദുർബലരാണ്. സൗഖ്യം നൽകണമേ, സ്നേഹം നൽകണമേ, അഭിഷേകം നൽകണമേ, വിടുതൽ നൽകണമേ, ഇടപെടണമേ പരിശുദ്ധാത്മാവേ. നൽകണമേ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കുന്നു. വഴിയട്ടെ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കുന്നു. നൽകണമേ ഓ പരിശുദ്ധാത്മാവേ. വഴിയട്ടെ പരിശുദ്ധാത്മാവേ. ഞങ്ങൾ ചെറിയവരാണ്. തീരാവ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യം. കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവേ. തീരാവ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവേ. കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തൊടണമേ. അത്ഭുതമൊഴുകും കൈകൾ രോഗികളെ സ്പർശിക്കണമേ. നീട്ടണമേ. ഇപ്പോൾ സ്പർശിക്കണമേ. കൈകൾ കേൾവിയില്ലാത്ത കാതുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കഠിനമായ വെറുപ്പ് വിദ്വേഷം വിട്ടുമാറി പോകട്ടെ. ക്ഷമിക്കാൻ പറ്റുന്ന അവസ്ഥകൾ സൗഖ്യം പ്രാപിക്കട്ടെ. പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. രോഗികൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കുടുംബങ്ങൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത് എന്നതിനെ കുറിച്ചാണ്. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാൾ ഞാൻ നോക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വലിയൊരു ദൈവദാസൻ, ഒരു ശുശ്രൂഷകൻ വളരെ തളർന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, സഹോദര, എന്താണ് ഈ തളർച്ചയ്ക്ക് കാരണം? അപ്പോൾ അദ്ദേഹം പങ്കുവെച്ച്, അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്ത്, വളരെ ആത്മാർത്ഥമായി അദ്ദേഹം സ്നേഹിച്ച്, പക്ഷേ ഒരുപാട് കിംവദന്തികൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു വരത്തി. അദ്ദേഹം മനസ്സാ വാച അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞു പരത്തി. അദ്ദേഹം മനസ്സ് തളർന്നിരിക്കുകയാണ്. ഞാൻ വേറൊരു നാൾ മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടി. ആ വ്യക്തി വളരെ മനസ്സ് തളർന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ മുഖമെല്ലാം ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഓരോരോ കുത്തുവാക്കുകൾ കുടുംബത്തിൽ നിന്ന് കേട്ടത്, മാതാപിതാക്കളിൽ നിന്ന് കേട്ടത്, ഭാര്യയിൽ നിന്ന് കേട്ടത്, മക്കളിൽ നിന്ന് കേട്ടത്, അത് ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സ്നേഹിക്കുന്നുണ്ട്, ദൈവം കൃപയിൽ കൈപിടിച്ച് വളർത്തുന്നു, ദൈവം ഒരുപാട് അനുഗ്രഹിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ കർത്താവ് ഒരുപാട് അനുഗ്രഹം ചൊരിയുന്നു. പക്ഷെ അദ്ദേഹത്തിന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയം കടന്നൽ കുത്തിയ ആ ഒരു വേദനയോടെ അദ്ദേഹം പൊളയുകയാണ്. കാരണം ചെവിയിൽ കൂടി കേട്ടത് അദ്ദേഹത്തെ ഭാരപ്പെടുത്തുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ എന്താണ് ദൈവമേ ഞങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സഭാപ്രസംഗകൻ 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചിരിക്കുകയാണ്, മനുഷ്യർ പറയുന്നതിനെല്ലാം നീ ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കേണ്ടി വരും.
വേറൊരു വാക്കി പറഞ്ഞാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കള്, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന സ്നേഹിതർ, പല ആളുകളും ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ നിയന്ത്രണം വിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം പിളർന്നു പോകും. അതുകൊണ്ട് പറയുന്നതിന് ചെവി കൊടുക്കരുത് എന്ന് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ സാമുവേൽ പ്രവചനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 6ഉം 7ഉം തിരുലിഖിതങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ തിരുലിഖിതങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു, വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. സാമുവേൽ പ്രവചനത്തെ 1-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 6ഉം 7ഉം തിരുലിഖിതങ്ങളിൽ ഒരു രംഗം. ഇതാ എൽക്കാനായുടെ ഭാര്യയായ ഹന്ന, ദൈവത്താൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഹന്ന, ദൈവത്താൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ബന്ധം. പക്ഷേ ഹന്നയുടെ മുഖം മ്ലാനമുഖമായിരിക്കുകയാണ്. ഹന്ന ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. അവൾ കരയുന്നു, അവർ വിലപിക്കുന്നു, സ്വന്തം ജീവിതത്തെ ശപിക്കുന്ന വിധം, ഇതെന്തിനാണ് ഞാനിങ്ങനെ ജനിച്ചത്? ഹന്നയ്ക്ക് ഒരുപാട് കണ്ണുനീര്, ഒരുപാട് വിഷാദം, ഒരുപാട് മൂകത, ഒരുപാട് സങ്കടം, ഒരുപാട് ദുഃഖത്താൽ മൂടപ്പെട്ട ഹന്ന. എന്താ കാര്യം? അവൾ വന്ധ്യയായിരുന്നു. എന്നതിനേക്കാൾ അവളെ ദുഃഖിപ്പിച്ചത് സപത്നി അവളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. ഈ എൽക്കായുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, മറ്റേ ഭാര്യ, ഹന്നയുടെ കൂടെയുള്ള മറ്റൊരു ഭാര്യ, അത് ഈ ഹന്നയെ ഒരുപാട് കുറ്റപ്പെടുത്തി, ഒരുപാട് കുത്തിപ്പടഞ്ഞു, ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് സങ്കടം. ഈ സപത്നി പറഞ്ഞ വാക്കുകളെല്ലാം കൂടെ ഹന്നയുടെ മനസ്സിനെ അങ്ങോട്ട് ഇരുട്ട് മൂടിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതേപോലെ ചിലപ്പോൾ കടബാധ്യത പെരുകുമ്പോൾ, ചിലപ്പോൾ മക്കളില്ലാത്ത അവസ്ഥയിൽ, ചിലപ്പോൾ ചില കുടുംബ പ്രശ്നം വരുമ്പോൾ ഇതിയാനായിട്ട് എല്ലാം നശിപ്പിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തിയും കുത്തുവാക്ക് പറഞ്ഞും ഒരുപാട് തേളിൻ്റെ കുത്തേൽക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം ഭാരപ്പെടുന്ന, വിഷം കയറുന്ന, വേദനിക്കുന്ന, കണ്ണുനീരിൽ മൂടുന്ന അവസരങ്ങൾ വരാം. ഇതാ ജീവിക്കുന്നവനായ കർത്താവ് പറയുകയാണ്, മനുഷ്യർ പറയുന്നതിനെല്ലാം നീ ചെവി കൊടുക്കരുത്. നമുക്ക് നല്ലൊരു മാതൃക ദാവീദ് രാജാവ് നൽകുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 16-ാം അധ്യായം 5 മുതൽ 14 വരെയാണ് ആ രംഗങ്ങൾ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. സാവൂളിൻ്റെ ഒരു ബന്ധു, അവൻ്റെ പേരാണ് ഷിമയി. ഈ ഷിമയ്ക്ക് ദാവീദിനോട് ഒടുങ്ങാത്തൊരു കലി എന്തോ കാരണത്തെ പ്രതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദാവീദിനോട് വെറുപ്പും കലിയോടും കൂടി ഇരിക്കുന്ന ഈ ഷിമയി, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ കടുത്ത പ്രയാസം വന്ന് അദ്ദേഹം രാജ്യം വിട്ട്, കൊട്ടാരം വിട്ട്, അവനൊരു അഭയാർത്ഥിയായി അങ്ങനെ വെളിപ്രദേശങ്ങളിലൂടെ, മലപ്രദേശങ്ങളിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടിപ്പായുമ്പോൾ ഇതാ ഈ ഷിമയി ദാവീദിനെ എതിരിടാൻ വേണ്ടി വരികയാണ്. അതാണ് 2 സാമുവേൽ 16-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ദാവീദ് രാജാവ് ബഹൂറിമിൽ എത്തിയപ്പോൾ സാവൂളിൻ്റെ ബന്ധുവായ ഗേരയുടെ മകൻ ഷിമയി ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ ദാവീദിൻ്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. അനുചരന്മാരും അംഗരക്ഷകന്മാരും രാജാവിൻ്റെ ഇടതും വലതും നിന്നു. ഷിമയി ശപിച്ചുകൊണ്ട് പറഞ്ഞു, കൊലപാതകീ, നീച, ദുഷ്ട, കടന്നു പോകൂ. സാവൂളിൻ്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവൻ്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു. കർത്താവ് നിന്റെ മകൻ അബ്സലോമിന് രാജ്യത്വം നൽകിയിരിക്കുന്നു. നിന്റെ നാശമടുത്തു, നീ രക്തം ചൊരിഞ്ഞവനാണ്. ഇങ്ങനെ ചീത്ത വാക്കുകൾ ദാവീദിന് നേരെ കുത്തുവാക്കുകൾ, നീച, കൊലപാതകി, ദുഷ്ട, രക്തം ചൊരിഞ്ഞവനെ, സാവൂളിൻ്റെ കുടുംബത്തിന് അന്തകനെ, ഇങ്ങനെയൊക്കെ ചീത്ത വിളിച്ച് രാജാവായ ദാവീദിൻ്റെ പിന്നാലെ നടന്ന് കല്ലും മണ്ണും വാരിയെറിയുകയാണ്. ഇത് കേട്ടപ്പോൾ സെരൂയ പുത്രന്മാർ വാളൂരി ഇരുവശങ്ങളിൽ നിന്ന് ഈ ചത്ത പട്ടിയുടെ തല വെട്ടിക്കളയട്ടെ രാജാവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ദാവീദ് രാജാവ് പറയുകയാണ്, അല്ലയോ സെരൂയ പുത്രന്മാരെ, നിങ്ങൾക്കിതിൽ എന്ത് കാര്യം? 2 സാമുവേൽ 16-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് വലിയൊരു ഉൾക്കാഴ്ച കൊടുക്കുകയാണ്. ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ ശപിക്കുന്നതെങ്കിൽ
അരുത് എന്ന് പറയാൻ നമ്മൾ ആര്? കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിക്കും. അങ്ങനെ ദാവീദും കൂടെയുള്ളവരും യാത്ര തുടർന്നു. എന്താ അതിൻ്റെ അർത്ഥം? ദാവീദ് പിന്നെ അവൻ്റെ വാക്കുകൾ ഗവനിക്കാൻ നിന്നില്ല. ഷിമയി എന്താ പറയണത്? അവൻ ചീത്തയാണോ പറയണത്? അവൻ തെറിയാണോ പറയണത്? അവൻ ശരിക്കും മലയാളത്തിലെ തെറിയാണോ ഇംഗ്ലീഷിലെ തെറി? ഇങ്ങനെ ഇതൊന്നും ഗണിക്കാനോ കണക്ക് കൂട്ടാനോ തൂക്കാനോ ഒന്നും നിന്നില്ല. അവൻ ഗവനിച്ചേ ഇല്ല. ഷിമയി ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ, കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് പറയണമെങ്കിൽ നമ്മൾ എന്തിനു തടയണം? ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ, എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും വരികയില്ല. ദാവീദ് രാജാവ് ഹൃദയത്തിൽ ഒരു ജ്ഞാനം, ആത്മീയ ജ്ഞാനത്താൽ അവൻ പ്രഭാപൂരിതനായി. അല്ലെങ്കിൽ അവൻ്റെ മുഖമെല്ലാം ഇടുമ്പിച്ച് അവൻ വലിയ ദുഃഖത്തിൽ വലിയ വേദന, അയ്യോ എന്നാലും എൻ്റെ കഷ്ടതയിൽ ഇവൻ ഇങ്ങനെയല്ല ചെയ്തത്, എന്നാലും അവൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കേണ്ടതാണ്. ഇപ്പോൾ എന്തായി? അവർ ആത്മീയ ജ്ഞാനത്താൽ പ്രഭാപൂരിതനായി. എസ്തപ്പാനോസിൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിച്ചതുപോലെ കഷ്ടതയിൽ അവൻ പ്രഭാപൂരിതമായ മുഖത്തോടെ അവൻ മുന്നോട്ട് പോയി. പ്രിയ ദൈവവൈതലേ, ഒരുപക്ഷെ ഇന്ന് ഒരുപാട് അപവാദങ്ങൾ കേട്ട് മനസ്സ് തളർന്നിരിക്കുകയാകാം. ഒരുപക്ഷെ ഭാര്യയിൽ നിന്നായിരിക്കാം ചില കുത്തുവാക്കുകൾ, ഒരുപക്ഷെ കുടുംബ മക്കളായിരിക്കും, എത്രയും പോറ്റി വളർത്തിയ മക്കളായിരിക്കും ഒരുപക്ഷെ വേദനിപ്പിക്കുന്നത്. എങ്കിലും നീ മനസ്സിൽ ഭാരപ്പെട്ടിരിക്കരുത്. ഒരുപക്ഷെ നീ ഓഫീസിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, എസ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർ, സഹപ്രവർത്തകരായിരിക്കും ഒരുപക്ഷെ നിന്നെക്കുറിച്ച് കുറ്റവും ചീത്തയും വിളിച്ച് പറയുന്നത്. മനസ്സിൽ ഭാരപ്പെടരുത്. ഹല്ലേലൂയ. കർത്താവ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഒരു ഉപദേശം നൽകുന്നുണ്ട്. പ്രഭാഷകൻ 28:16. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത് എന്ന ഉപദേശപ്രകാരം മറ്റുള്ളവരുടെ വാക്കുകളെ അവഗണിച്ച് ദൈവവചനപ്രകാരം അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അപവാദങ്ങൾ വഴി ഞങ്ങളുടെ ഹൃദയത്തിന് ഏറ്റിട്ടുള്ള എല്ലാ ക്ഷതങ്ങളും സൗഖ്യമാക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്നു. ആരാധന ആരാധന ആരാധന. സ്പർശിക്കണമേ കർത്താവേ, ഇടപെടണമേ കർത്താവേ, ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണമേ. അന്ധകാരത്തിൽ ആധിപത്യങ്ങൾ തകരട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ. ആരാധന 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 ആരാധന. യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത്. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ വിശ്വസിക്കുന്നത് പോലെ തന്നെ നിനക്ക് സംഭവിക്കും എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സാന്നിധ്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. എല്ലാ അവസ്ഥകളിലേക്ക് യേശുവിനെ വിളിക്കാം. തകർന്ന അവസ്ഥ, കഠിനമായ മദ്യപാനത്തിന് ബന്ധനത്തിൽ കിടക്കുന്നവർ, കഠിനമായ പീഡകളെല്ലാം വിട്ടുപോകാൻ, തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, ആധിപത്യങ്ങൾ, തകർച്ച, കടബാധ്യത, ദുർപീഡകൾ, ദുർബോധങ്ങൾ കർത്താവ് യേശുവിനെ നാമത്തിൽ തകരട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു. യേശുവേ യേശുവേ. Hallelujah.
Lord Jesus.